മാളു, ഏട്ടത്തി അച്ഛനും അമ്മയൊക്കെ സുധച്ചേച്ചിയുടെ വീട്ടിലുണ്ട്. ആഹാ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവന്റെ ഒരേ ഒരു ഏട്ടത്തിയല്ലേ, അന്വേഷിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കൊച്ചച്ച, എൻ്റെ കൂടെ ഒന്ന് വരാമോ? എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. ഞാൻ വരാം. നിങ്ങൾ എവിടേക്കും പോകുന്നില്ല. മാറി നിൽക്ക്. എന്തായാലും നല്ല കാര്യമായിപ്പോയി അവനെ ഇറക്കി വിട്ടതാണേലും നീ ഇറങ്ങി വന്നതാണേലും. എത്ര നാളെന്ന് വെച്ചാൽ നീ ഇങ്ങനെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? എന്തൊരു ഉപദ്രവമായിരുന്നു അവര്. അമ്മേ, കരയല്ലേ? എന്നാലും എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അമ്മ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? ഇനി അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ, അങ്ങനെ ആലോചിക്കേ. എനിക്ക് എൻ്റെ പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. നീ അതിനെ പറ്റിയൊന്നും വിഷമിക്കണ്ട. പ്രകാശ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാള് വരുമ്പോ അവൻ അവളെ കൊണ്ടുവരുമെന്ന്. പിന്നെ കേസ് കഴിയുമ്പോ പിള്ളേർ നമ്മുടെ കൂടെ തന്നെ വരും. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ? ഉണ്ടോന്ന്? അത്രേ ഉള്ളൂ. അമ്മ, മോളെ, അമ്മ എന്തിനാ അമ്മ എന്നെ ഇട്ടിട്ട് പോയത്? അമ്മ വീട്ടിലോട്ട് തിരിച്ചു വാ അമ്മ. ഇപ്പം അമ്മ തിരിച്ചു വന്നാൽ ശരിയാവില്ല. മോള് തൽക്കാലം അവിടെ നിൽക്ക്. സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ. അതൊന്നും കുഴപ്പമില്ല. അമ്മ വാ. അപ്പൂപ്പ, അമ്മമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അമ്മ പ്ലീസ്, അമ്മ വാ. മാളു, അമ്മ കുറച്ച് ദിവസം മാറി നിൽക്കട്ടെ കുഞ്ഞെ. നിനക്ക് അറിഞ്ഞൂടെ അമ്മ അവിടെ എന്തൊക്കെ അനുഭവിച്ചെന്നുള്ളത്? കുഞ്ഞെ, വാശി പിടിക്കാതിരിക്കും. അമ്മ പ്ലീസ്, അമ്മ എൻ്റെ കൂടെ വരുമോ? കൊച്ചച്ച, വാ പോവാം. മാളു, എന്നെ വിടമ്മ, ഞാൻ പോട്ടെ. എല്ലാവരുടെ വാശി നടക്കട്ടെ. അമ്മ ഇനി വരണ്ട. വാ പോവാം. പ്രകാശ, അവളെ നോക്കിക്കോളണേ. അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. ശരി ഏട്ടത്തി. ആഹാ, ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നാ? നിന്റെ പോക്കൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ അമ്മയും കൊണ്ടേ നീ തിരിച്ചു വരുമെന്ന്. എന്തേ വന്നില്ലേ? നിനക്ക് നിർത്താറായില്ലേടി? ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. മോളെ,
എന്നോട് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞേ. അഞ്ചു ഇത്ര നാള് കൊണ്ടുവരുന്ന സീക്രട്ട് ഇല്ലേ, അതവളങ്ങ് പൊളിച്ച്. എന്തായിരുന്നു? ആ രഘു ഇല്ലേ, ആ രഘുവാണ് ആവണിയുടെ അച്ഛന്ന്. അച്ഛനോ? അപ്പൊ ശിവദാസനോ? ശിവദാസന്റെ രണ്ടാനച്ഛൻ. ഈ സീക്രട്ട് വെച്ചിട്ടാണ് അഞ്ചു ഇത്ര നാൾ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇത് കേട്ട ഉടനെ അമ്മ അവളെ, അവളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് അവര് പോയാ? ആ പോയി. വീട്ടിലോട്ടോ പോയേക്കണത്. ആ വീട്ടിൽ പോയാ? ആ നിങ്ങളുടെ വീട്ടിലോട്ട്. എന്റെ വീട്ടിലാ? ആ പ്രകാശം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് മോളും ആവണീനെ പോയി കണ്ടായിരുന്നു. അവള് കരഞ്ഞിട്ടാ തിരിച്ചു വന്നത്. ആണോ? മോനാ, ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. നാളെ കോടതി കേസ് വിളിക്കും. അവിടെ വന്ന് മറ്റേ കോംപ്രമൈസിന് പോയപ്പോൾ താൻ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ പോലെ പറഞ്ഞേക്കരുത്. കോടതിയാ. പിന്നെ ആവണിയെ ആരും എങ്ങും എവിടെയും പറഞ്ഞു വിട്ടിട്ടില്ല. അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ. ഇത് തനിക്ക് വല്ലതും മനസ്സിലായോ? നാളെ ചിലപ്പോൾ കോടതിയിൽ ഇതൊന്നും ചോദിച്ചെന്ന് വരില്ല. എങ്ങാനും ചോദിച്ചാ ഇതുപോലെ തന്നെ പറയണം. ഇവിടെ മനസ്സിലായോ? ആ മനസ്സിലായി. വക്കീലെ, കേസ് ജയിക്കുമല്ലോ അല്ലേ? ഇവിടെ താൻ എന്നെ ഒന്ന് വിശ്വസിക്കടോ. ആ വിശ്വസിച്ച്. പെറ്റീഷൻ നമ്പർ 352/24 മോഹൻ ആവണി. ആ അരുന്ധതി വക്കീലോ? യെസ് മാം. ഇതെന്താ ഡിവോഴ്സ് കേസ് എടുത്തത്? സാധാരണ ഡിവോഴ്സ് കേസ് എടുക്കാറില്ലല്ലോ. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് മാം. അത് ശരി, ആവണിയല്ലേ? അതെ മാഡം. ഈ ജഡ്ജി പറഞ്ഞ ആളാണല്ലേ, മിണ്ടാതിരിക്കണം. എന്നാ പിന്നെ കൗൺസിലിങ്ങിന് വിടാം അല്ലേ? യെസ് മാഡം. നാരായണ വക്കീലേ, എന്നാ ഒരു കൗൺസിലിങ്ങിന് പോട്ടെ. യെസ് മാഡം. വക്കീലെ, എനിക്കവരെ നല്ല സംശയമുണ്ട്. ആരെ? വേറെ ആര്? ആ ജഡ്ജിനെ തന്നെ. ജഡ്ജിനെയോ? ആ അവരുടെ സംസാരം കേട്ടില്ലേ? ആ അരുന്ധതിയെ വക്കീൽ കുറെ നാളായല്ലോ കണ്ടിട്ടെന്ന്. എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ആ ഏട്ടാ, എനിക്കും തോന്നിയായിരുന്നു. വക്കീലേ, ആ ജഡ്ജിയെ മാറ്റിക്കാൻ വല്ല വഴിയുണ്ടോ? ജഡ്ജിനെ മാറ്റാനോ? അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയ? ട്രയല് തുടങ്ങട്ടെ. നമ്മുടെ ജഡ്ജി വായി പൊളിച്ചിരിക്കും. അതുപോലത്തെ തെളിവുകളാണ് ഞാൻ അവിടെ നിരത്താൻ പോണേ. മോഹനൻ്റെ ആവണിയുടെയും കല്യാണം മുതൽ ആവണിയുടെ കുടുംബം മോഹനെ ചതിച്ചത് വരെ എല്ലാം ഞാൻ അവിടെ നിരത്തും. ഇവൻ അവളുടെ ജോലി കളയാൻ നോക്കിയതും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിക്കാൻ ശ്രമിച്ചതൊക്കെ പ്രശ്നമാവോ വക്കീലെ? അവസാനം കേസ് കഴിയുമ്പോ ഇവൻ ജയിലിനകത്താവോ? അതൊക്കെ നിങ്ങൾ എനിക്കിവിടെ കേസ് വാദിച്ച് വരുമ്പോൾ ഈ മോഹനോടുള്ള ദേഷ്യം കൊണ്ട് ആവണി തന്നെ സ്വന്തമായിട്ട് ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ചാണെന്ന് വരുന്നു. ഈ മാളു ഇപ്പോഴും ആവണിയുടെ കൂടെയല്ലേ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, കോടതിയിൽ നിന്ന് നേരെ അവളുടെ കൂടെയല്ലേ പോയത്? അത് നമുക്ക് പ്രശ്നമാവോ വക്കീലെ? ആ പ്രകാശേട്ടനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മാളൂനെ കൂട്ടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഏടത്തിയുടെ പിന്നാലെ അങ്ങ് പോയി. ഇന്ന് വരട്ടെ, ശരിയാക്കി കൊടുക്കാൻ. പറ വക്കീലെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വക്കീലെന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ആവണി ഒറ്റപ്പെടും. അതുപോലെ അത് മതി വക്കീലേ, അങ്ങനെ നടന്നാ മതി. അതുപോലത്തെ ഷോ അല്ലേ അവരിവിടെ കാണിച്ചു കൂട്ടിയത്. അപ്പ അവരൊറ്റപ്പെട്ട് നിൽക്കുന്നത് എനിക്കും അമ്മയ്ക്കും കാണണം. അത് വേണ്ടേ മോഹനേട്ടാ? വേണം. അവൾ എൻ്റെ മുമ്പില് വന്ന് തല കുലിച്ച് നിൽക്കണം. എന്നിട്ട് വേണം
എനിക്കവിടെ പാവയെ പോലെ തട്ടിക്കളിയാൻ. അമ്മ ഇനിയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വാ അമ്മ, പ്ലീസ്. ഞാൻ വന്നാൽ ശരിയാവില്ല മാളു. മോളത് മനസ്സിലാക്ക്. ഞാൻ അവിടെ ഒറ്റയ്ക്കാ അമ്മ. മോളവിടെ ഒറ്റയ്ക്കല്ല. എൻ്റെ അടുത്ത് നിന്ന് അകറ്റാൻ വേണ്ടിയാണെങ്കിലും അവിടെയുള്ളവർ മോളോട് സ്നേഹം കാണിക്കും. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ മോൾ അമ്മയെ വിളിച്ചാൽ മതി, അമ്മ ഓടി വരും കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടായെന്ന് വെച്ച് നീ പഠിത്തത്തിലൊന്നും ഉഴപ്പരുത് കേട്ടോ. പ്രകാശ, അവിടെ എനിക്ക് ആകെ വിശ്വാസമുള്ളത് നിന്നെ മാത്രമാണ്. പേടിക്കേണ്ട ഏട്ടത്തി, ഞാൻ നോക്കിക്കോളാം. മകളും എന്തായാലും അവിടെ സേഫ് ആയിരിക്കും. പിന്നെ ഏട്ടത്തിയെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കാത്തതിൻ്റെ കാരണം ഏട്ടത്തിക്ക് അറിയാലോ. ഏട്ടത്തി അവിടെ നിൽക്കുന്നേക്കാൾ നല്ലത് സുധച്ചേച്ചിയുടെ നിൽക്കുന്നതാണ്. പ്രകാശ, ആവണയും കൊണ്ട് ഇന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്നാൽ ശരി ഏട്ടത്തി, ഞങ്ങൾ ഇറങ്ങാം. അപ്പം മോള് പൊക്കോ, വിഷമിക്കണ്ട കേട്ടോ. സുധാ, എന്നെ കൗൺസിലിംഗ് എന്നായിരിക്കും? അന്നിനും വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഏയ്, ഒരു പ്രശ്നമില്ല അമ്മ. ഇതൊക്കെ കേസിൻ്റെ ഒരു ഭാഗമല്ലേ. ഇനി കൗൺസിലിംഗ് നിന്ന് പ്രശ്നം ഉണ്ടായാലും അത് കേസിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അമ്മ പേടിക്കാതിരിക്കേ. എൻ്റെ കുഞ്ഞിന് കുഞ്ഞിലേ മുതലൊരു സമാധാനം ഉണ്ടായിട്ടില്ല. സന്തോഷം എന്താണെന്ന് എൻ്റെ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. അമ്മ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അമ്മ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് വല്ല അസുഖവും വരുത്തി വെക്കാതിരുന്നാ മതി. ആഹാ, നിങ്ങൾ വന്നാ? എസ്കോട്ടൊക്കെ കഴിഞ്ഞ? ഇത്രയും കാലം ഏട്ടത്തി ഏട്ടത്തി എന്നും പറഞ്ഞായിരുന്നു കറക്കം. ഇപ്പൊ ഏട്ടത്തി കാണിക്കാൻ അവരുടെ മോളെയും കൊണ്ടായി കറക്കം. നാണയില്ലല്ലോ നിങ്ങൾക്ക്? നാണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പില്ല. ഞാനേ ഒരു കല്യാണം കഴിച്ചതാണ്. കെട്ടിക്കൊണ്ടുവന്നവൾക്കേ തീരെ നാണമില്ല. അവളുടെ കൂടെ ജീവിച്ചേ എൻ്റെ നാണവും പോയി. നിങ്ങൾ കൂടുതൽ എന്നെ കളിയാക്കല്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്നാലും സാരില്ല, ഒരു തൊല്ല ഇവിടുന്ന് പോയല്ലോ. ഇനി മാളും അല്ലേ, അവളെ ഞാൻ ഇവിടുന്ന് വർപ്പിക്കും. നിനക്കിവിടെ വേറെ ഒരു പണിയില്ല? വേറെ ഇല്ല, ഒരു പണിയും ഇല്ല. പിന്നെ വേറൊരു കാര്യം, നാളെ ഞാൻ വയറ് സെറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങും. നിങ്ങൾ എൻ്റെ കൂടെ നിന്നോണം. അതെന്താ നിങ്ങൾക്കൊരു താല്പര്യക്കുറവ്? താല്പര്യക്കുറവൊന്നുമില്ല. ഈ കാര്യത്തിൽ എന്തായാലും കൂടെക്കാന്ന് ഞാൻ വാക്ക് തന്നല്ലേ. നീ വയറ് വയ്ക്കേ. താങ്ക് യു പ്രകാശ് ചേട്ടാ. ഇതൊന്ന് എടുത്തു വെച്ചേക്കണേ. വയറ് വെച്ച് ഇറങ്ങടി മോളെ, എന്നിട്ട് വേണം നിന്നെ എനിക്ക് പൊളിച്ചടക്കാൻ. അവിടെ പറഞ്ഞു വിടണ്ടായിരുന്നു. ഇതിപ്പോ കാണാതിരിക്കാനും പറ്റുന്നില്ലല്ലോ. കയ്യിൽ റിപ്പോർട്ടല്ലേ ഇറക്കി വിട്ടത്. എന്നെ ഒന്ന് ബഹുമാനിച്ചിരുന്നെങ്കിൽ അവളുടെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടുവെക്കുമായിരുന്നല്ലോ. മോളെ, മോളമ്മയെ കണ്ടോ? കണ്ടു. എന്നിട്ട് മോള് വിളിച്ചില്ല ഇങ്ങോട്ട്? ഇല്ല അച്ഛാ, അമ്മ ഇവിടെ നിൽക്കുന്നേക്കാളും നല്ലത് അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. ശരി അച്ഛാ, ഞാൻ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം. മോൾക്ക് അച്ഛനോട് ദേഷ്യമൊന്നും ഇല്ലല്ലേ? ഉണ്ട് അച്ഛാ, അച്ഛനോട് മാത്രമല്ല എനിക്ക് അമ്മയോടും ദേഷ്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കായപ്പോൾ ഒറ്റയ്ക്കായത് ഞങ്ങളാ. നേരത്തെ നിങ്ങൾ ഒരു വീട്ടിലായിരുന്നപ്പോൾ ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തല്ലേ, അതും പറ്റില്ല.
നിങ്ങൾ എന്നെക്കുറിച്ച് വറീഡാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ജയിച്ച് കണ്ടാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. മോളെ, അച്ഛൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളത് മോൾക്കറിയാവുന്ന കാര്യമല്ലേ? ശരി അച്ഛൻ. ദൈവമേ, പിടിക്കപ്പെടല്ലേ. ഒറിജിനൽ പോലെ തന്നെ തോന്നും. കുഴപ്പമില്ല. ആ വയറൊക്കെ വെച്ചല്ല. നിങ്ങൾ ആ ഡോറൊന്ന് അടച്ചേ. എന്തേലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഫീൽ ചെയ്യോ? ഏയ്, ഒറിജിനൽ പോലെ തോന്നുന്നുണ്ട്. ആണോ? എന്നാ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് കൂടി ഒന്ന് അറിയട്ടെ. അല്ല അഞ്ജു, ഇന്നലെ വരെ വയറുണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് ഈ വയറൊക്കെ വെച്ച് പുറത്തു പോയാൽ സംശയം തോന്നില്ലേ? നിങ്ങൾ ഈ നാശം പിടിച്ച വർത്താൻ എനെങ്കിലും നിർത്ത്. എടി, ഞാൻ സംശയം ചോദിച്ചതാ. അല്ലെങ്കിലേ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുക. അതിന്റെ കൂടെ തന്നെ നെഗറ്റീവ് അടിക്കല്ലേ. ശരി, ഇനി ആർക്കെങ്കിലും സംശയം വരുമോ? സംശയമൊന്നും തോന്നില്ല. നീ എന്തായാലും ധൈര്യമായിട്ട് പോയിട്ട് വാ. ബെസ്റ്റ് വിഷസ്. പിന്നെ അടുത്ത റാണി നീയല്ലേ? എൻ്റെ കള്ളത്തരം തൊണ്ടിയോടെ പിടിക്കണം. ആദ്യം ഇവളുടെ പെർഫോമൻസ് കഴിയട്ടെ. പൊളിച്ചടക്കി ഞാൻ കൈ തരാം. അഞ്ജു, എന്താമ്മ? വയറൊക്കെ വന്നില്ല? വയറൊക്കെ വരാനുള്ള സമയമായില്ലേ അമ്മ? വയറുണ്ടായിരുന്നു, പിന്നെ ലൂസ് ഡ്രസ്സൊക്കെ ഇടുന്നതല്ലേ, അതുകൊണ്ട് അറിയാതിരുന്നതാ. ഇപ്പൊ ഈ ഡ്രസ് ഇട്ടപ്പോ അറിയാൻ പറ്റി. ഞാൻ സഹായിക്കണം അമ്മ? വേണ്ട വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. എന്തിനാ അമ്മ വെറുതെ? ഞാനും കൂടി സഹായിക്കാം. വേണ്ട മോളെ, അമ്മ ചെയ്തോളാം. എന്റെ ഫോൺ ബെല്ലടിക്കണേ, ഇപ്പൊ വരാട്ടാ. രക്ഷപ്പെട്ട്. ഒരു സംശയവും തോന്നിയില്ല. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായി, അമ്മ കണ്ടുപിടിച്ച? ഒരാളും കണ്ടുപിടിക്കില്ല. അതുപോലെയല്ല എന്റെ പെർഫോമൻസ്. കഴിക്കാറായ മാളു? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം കൊച്ചാ. നിനക്ക് ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നീ പിന്നെ എന്തിനാ ഉണ്ടാക്കുന്നത്? എനിക്കും അച്ഛനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം. അതിന് നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല, യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കണം. ഇവിടെ മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല, അപ്പോഴാ യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കുന്നത്. മര്യാദയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി. ഞാൻ ഉണ്ടാക്കിക്കോളാം കുഞ്ഞമ്മ. അഞ്ജു, അവള് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ, പിന്നെ നിനക്ക് എന്താ എത്ര പ്രശ്നം? അവളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ 2 അടുക്കളയായിരുന്നു. ഇപ്പൊ അവളുടെ അമ്മ പോയില്ലേ, ഇനി ഇവിടെ ഒറ്റ അടുക്കള മതി. കൊച്ചാ, എനിക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല. കുഞ്ഞമ്മയെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോ. അഞ്ജു, നീ ഒന്ന് വന്നേ. നിങ്ങളൊന്ന് പോയേ. ഇപ്പോഴേ ഇവിടെ അടക്കി നിർത്തിയില്ലെങ്കിലേ നാളെ തലേ കയറി അങ്ങോട്ട് നിരങ്ങും. നീ ഇവിടെ ഉണ്ടാക്കുന്നത് കഴിച്ചാ മതി. എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? എങ്കിൽ നീ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. നിന്റെ അമ്മ കാണിച്ചതൊന്നും നീ ഇവിടെ കാണിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ എന്താണ് ഇത്ര ബഹളം? ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? അമ്മ, ഇവക്ക് ഇവിടുത്തെ ഭക്ഷണം പറ്റൂലെന്ന് പ്രത്യേകം ഉണ്ടാക്കണത്രേ. അതൊക്കെ അനാവശ്യ കാര്യമല്ലേ മാളു? എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണത്? ഇവിടെ ഉണ്ടാക്കണത് കഴിച്ചാ പോരെ നിനക്ക്? എന്റെ അമ്മ ഇഷ്ടമില്ലാത്തവരുണ്ടാക്കുന്ന ഫുഡ് എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഇവിടെ ആരും ഉണ്ടാക്കിയാലും നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ അമ്മ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇത്ര വാശി പാടില്ലമ്മ. ഇപ്പോഴേ നിലക്ക് നിർത്തിയില്ലെങ്കിലേ അത് നമുക്ക് വിനയാവും. ഞാൻ പട്ടിണി എടുത്ത പ്രശ്നം തീരുമല്ലോ. എവിടെ പോണ്ടി? ഇവിടെ നിൽക്കണേ. എവിടെ അമ്മ?